ഇപ്പം ആശുപത്രിക്ക് തന്നെ വൈക്കം ആശുപത്രി, ഞങ്ങളുടെ 604 ആശുപത്രി, പലയിലപ്പം ആശുപത്രി, ഏത് ആശുപത്രി മോശമുള്ളൂ. അതുപോലെ പിള്ളേരുടെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ അടുത്ത പോലത്തെ പുസ്തകം കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ അത്രയും നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് മുഴുവൻ പൂർത്തീകരിക്കേണ്ട കിടക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇനി അവർ വന്നു കഴിഞ്ഞാൽ അവർ പൂർത്തീകരിക്കും. അങ്ങനെ വന്നെങ്കിൽ തന്നെ LDF ചെയ്ത് വെച്ച പ്രവർത്തനം അതും അവർ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഉറപ്പുണ്ടോ? അതായത് പൂർത്തീകരിക്കുമെന്ന് ഉറപ്പുണ്ടോ? വികസനത്തിൻ്റെ കാര്യം നമ്മൾ പറയുവാണെങ്കിൽ LDF വന്നാലും വികസനം പൂർത്തീകരിക്കാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പൂർത്തീകരിക്കാത്ത ചെറിയ അവർ വന്ന് പൂർത്തീകരിക്കേണ്ടത് ഞാൻ പറഞ്ഞു. അപ്പോൾ അത്രയും നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് മുഴുവൻ പൂർത്തീകരിക്കേണ്ട കിടക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇനി അവർ വന്നു കഴിഞ്ഞാൽ അവർ പൂർത്തീകരിക്കും. അവർ വന്നു കഴിഞ്ഞാൽ കാരണം എല്ലാവർക്കും അനുഭവം ഇപ്പം ഇനി ഒന്നും ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിലുണ്ടല്ലോ, പിന്നെ അതൊരു ഇതായില്ല, നിർമ്മാണക്കായി പോയില്ല. അപ്പം അത് ചെയ്യും. അവർ വന്നാൽ അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ എല്ലാവർക്കും പേടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ UDF അധികാരത്തിൽ വന്നാൽ ഇവരിപ്പോൾ അധികാരത്തിൽ വന്ന് വെക്കട്ടെ UDF അങ്ങനെ വന്നെങ്കിൽ തന്നെ LDF ചെയ്ത് വെച്ച പ്രവർത്തനം അതും അവർ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഉറപ്പുണ്ടോ? അതായത് പൂർത്തീകരിക്കുമെന്ന് ഉറപ്പുണ്ടോ? അത് പൂർത്തീകരിക്കും നമുക്ക് പറയാം, പൂർത്തീകരിക്കുമല്ലോ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ അത് ഞാൻ എനിക്ക് പറയണത് ശരിയല്ല. അതുകൊണ്ട് ചിലപ്പോൾ പൂർത്തീകരിച്ചാലോ, ഇപ്പം നീ ഒന്ന് അങ്ങനെ പറഞ്ഞില്ലെന്ന് ചോദിച്ചാലോ, അപ്പോൾ അത് നമുക്ക് പറയാൻ പറ്റില്ല. പൂർത്തീകരിക്കട്ടെ, ആര് വന്നാലും പൂർത്തീകരിക്കട്ടെ നമ്മൾ പറയണം. നമ്മുടെ ആവശ്യം അതാണ്. എന്തെങ്കിലും കാര്യം ചെയ്യുന്നത് പൂർത്തീകരിക്കണമെന്നാണ് നമ്മുടെ ആവശ്യം, ജനങ്ങളുടെ ആവശ്യം അതാണ്. ഇവർ വന്നേ പിന്നെ നമ്മുടെ ഉമ്മൻചാണ്ടി പോകുമ്പോൾ ഞാൻ പറയില്ല, ഇപ്പോൾ ഇതുപോലെയൊക്കെ ഈ ആശുപത്രി കയറാതെ കിടന്നു. ഇപ്പം ആശുപത്രിക്ക് തന്നെ വൈക്കം ആശുപത്രി, ഞങ്ങളുടെ 604 ആശുപത്രി, പലയിലപ്പം ആശുപത്രി, ഏത് ആശുപത്രി മോശമുള്ളൂ. അതുപോലെ പിള്ളേരുടെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ അടുത്ത പോലത്തെ പുസ്തകം കൊടുത്തു കഴിഞ്ഞു. നമ്മുടെ പഴയ ഇവരെ കോൺഗ്രസിൻ്റെ മന്ത്രി പറഞ്ഞത് ഓണം നേരത്തെ കയറി വന്നുകൊണ്ട് പുസ്തകം അടിക്കാൻ പറ്റിയില്ലെന്നാണ് പുള്ളി പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ പുള്ളി അടുത്ത പോലത്തെ പുസ്തകം കൊടുത്തു കഴിഞ്ഞു നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി. അല്ലേ ചേട്ടാ, ഇത് കടുത്തുരുത്തി മണ്ഡലല്ലേ? അപ്പോൾ ഇവിടെ ഈ പറഞ്ഞ മോൻസി ജോസഫിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ വികസനം ചെയ്തില്ലെന്ന് ഒരു ചേച്ചി പുള്ളി നേരത്തെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഈ 5 വർഷമായിട്ട് പുള്ളി ഒന്നും ചെയ്തിട്ടില്ല. നേരത്തെ അത് ചെയ്യാത്ത എൻ്റെ കാര്യം പുള്ളിക്ക് ഒരു എന്നാ പറയുക, ഗവൺമെന്റ് വേറെ ആയിട്ടായിരിക്കും അവർ പണ്ട് കൊടുക്കത്തോണ്ടായിരിക്കും ചെയ്യാത്തത്. പക്ഷേ പുള്ളി സംസാരിക്കാറുണ്ടായിരിക്കും. കടുത്തുരുത്തിൽ യാതൊരു വികസനവും നടന്നിട്ടില്ല. പുള്ളി സംസാരിക്കാറുണ്ട് ഈ കാര്യത്തെ പറ്റി, പക്ഷേ അംഗീകരിക്കുന്നില്ല അല്ലേ? അറിയാൻ പറ്റില്ല, സംസാരിക്കണമെന്ന് നമുക്കറിയാൻ പറ്റില്ല. പുള്ളിയുടെ കാര്യമല്ല നമുക്കറിയാൻ പറ്റില്ല. പക്ഷേ കടുത്തുരുത്തിൽ 5 വർഷമായിട്ട് നേരത്തെ ചെയ്തിട്ടുണ്ട്. 5 വർഷമായിട്ട് ഒരു വികസനം നടത്തില്ല. ഓക്കെ.